അടിമകളാണെന്നുള്ള പിണറായി വിജയന്റെ നിലപാട് കേരളം പുച്ഛിച്ചു തള്ളുമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ. നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് പാഡിക്കോ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം നെല്ലിനെ പ്രഖ്യാപിച്ച താങ്ങുവില സംസ്ഥാനം കുറയ്ക്കാതെ നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് നെല്ലിനെ കർഷകന് 33 രൂപ 80 പൈസ കിട്ടുമായിരുന്നു. അവിടെയാണ് സംഭരണ വില വർദ്ധിപ്പിച്ചു എന്ന പ്രഹസനം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ നെല്ല് സംഭരണം FCI വഴി കേന്ദ്രം നേരിട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ ദുരഭിമാനമാണ്. അട്ടപ്പാടി ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങൾ ഉള്ളപ്പോഴാണ് അതിദരിദ്രയില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടത് വെറും ബ്രാൻഡിംഗ് മാത്രമാണെന്നും കുറ്റപ്പെടുത്തി. നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച സർക്കാർ ഈ ഒരു മാസം കൊണ്ട് എന്ത് മാജിക്കാണ് നടത്തിയത്, ഇവിടെ ദരിദ്രന്മാരെല്ലാം ഒഴിവാക്കാനെന്നുള്ളത് കേരളം കൗതുകപൂർവ്വം അന്വേഷിക്കുക. അപ്പോ കേവലമായ ചില പ്രഖ്യാപനങ്ങൾ കൊണ്ട്, ചില തട്ടിപ്പുകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. നെല്ല് സംഭരണം നടപ്പിലാക്കുക, സംഭരിച്ച നെല്ലിന്റെ തുക 48 മണിക്കൂറിൽ ലഭ്യമാക്കുക, ചുമട്ടുകൂലി വിഷയത്തിൽ ഹൈക്കോടതി വിധി നടപ്പിലാക്കുക, വെട്ടിക്കുറച്ച സംസ്ഥാന ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കുക, നെല്ലിന്റെ താങ്ങുവില 40 രൂപയാക്കുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, വിളനാശത്തിന് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക മോർച്ച പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വായ മൂടിക്കെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആർ രമേശ് അധ്യക്ഷത വഹിച്ചു. KC സുരേഷ്, K വേണു എന്നിവർ സംസാരിച്ചു. ഇപ്പോ 30 രൂപയ്ക്ക് നെല്ല് സംഭരിക്കുമെന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ സംഭരിച്ചാലല്ലേ കൊടുക്കുമെന്ന് അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഇവിടെ 35 രൂപ വിലക്ക് സംഭരിക്കാം എന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു വരാം. ഇപ്പൊ 200 രൂപ വിലയ്ക്ക് റബ്ബർ എടുക്കാമെന്ന് പറയുന്നു. 250 രൂപയ്ക്ക് റബ്ബർ എടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാം. അധികാരത്തിന് 4.25 വർഷം എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. 700 കോടി രൂപ കിട്ടാൻ വേണ്ടി PMC പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് സംഘപരിവാർ അജണ്ടയ്ക്ക് വേണ്ടി വഴങ്ങിക്കൊടുത്ത ആ സർക്കാർ ഇന്നിപ്പോൾ പറയുന്നത് 10,000 കോടി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇരിക്കുകയാണ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.